ചേട്ടാ, കഴിഞ്ഞ ദിവസം കരൂരിൽ നടന്ന അപകടവുമായി ബന്ധപ്പെട്ട് ധാരാളം വിവാദങ്ങൾ തമിഴ്നാട്ടിൽ അരങ്ങേറുന്നുണ്ട്. പ്രത്യേകിച്ച് 2026 നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ തമിഴ്നാടിൻ്റെ ഒരു മുഖ്യമന്ത്രി പദത്തിലേക്ക് വരെ സ്വപ്നം കണ്ടിരുന്ന വിജയ്ക്ക് ഒരു അപ്രതീക്ഷിതമായി കിട്ടിയ ഒരു ആഘാതമായിരുന്നു ഈ കരൂരിലുണ്ടായത്. പക്ഷേ അതിൻ്റെയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ തമിഴ്നാട്ടിൽ ഒടുങ്ങുന്നില്ല. എന്തൊക്കെയാണ് തമിഴ്നാട്ടിലെ പുതിയ സംഭവ വികാസങ്ങൾ? തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം ഈ ആൾക്കൂട്ടം രൂപീകരിച്ചെടുക്കുന്നതും അതിൽ ദുരന്തമുണ്ടാകുന്നതും മരണസംഖ്യ ഉയരുന്നതുമൊന്നും ഇതാദ്യമല്ല. ഈ MGRൻ്റെ കാലഘട്ടത്തിൽ MGRൻ്റെ രാഷ്ട്രീയത്തിൽ ശക്തമായി നിൽക്കുന്ന സമയത്ത് 28 പേർ മരണപ്പെട്ടിട്ടുണ്ട് അവിടെ. ഇതുപോലെ ആൾക്കൂട്ടം ഉണ്ടാക്കുക, അതിൽ അഭിനമിക്കുക എന്ന് പറയുന്നത് അവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും ഒരു പ്രത്യേക രീതിയാണ്. മറ്റ് എതിരാളിയേക്കാൾ കൂടുതൽ ആൾക്കൂട്ടം തങ്ങളുടെ സമ്മേളനങ്ങളിൽ ഉണ്ടാക്കി എടുക്കുക എന്നുള്ളത്. ഇപ്പോൾ ആളൊഴിഞ്ഞ കസേരകളും ഓരോ പാർട്ടിക്കും എതിർ പാർട്ടിയേക്കാൾ കൂടുതൽ ആളുകളെ സംഘടിപ്പിക്കുന്നതുമായിട്ടുള്ള മത്സരം ഈ അടുത്തിടയ്ക്കാണ് നമുക്ക് ഇടയിൽ തുടങ്ങിയത്. ഇപ്പോഴാണ് നേതാക്കളുടെ മരണപ്പെടുകയാണെങ്കിൽ അവരുടെ അന്തിമോപചാരത്തിൽ ഉണ്ടാകുന്ന ആൾക്കൂട്ടം സംബന്ധിച്ച് പോലും ചർച്ച നമുക്കിടയിൽ കമ്പാരിസൺ ഉണ്ടായി തുടങ്ങിയത്. ഇപ്പം ഈ അടുത്തിടയ്ക്ക് ഒരു നേതാവ് മരണപ്പെട്ടു. ആ നേതാവ് മരണപ്പെട്ട വലിയൊരു ആൾക്കൂട്ടം ഉണ്ടായിരുന്നു. അതിൻ്റെ പിന്നാലെ മറ്റൊരു നേതാവ് എതിർ പാർട്ടിയിലെ മരണപ്പെട്ടു. അദ്ദേഹത്തിനും വലിയ ആൾക്കൂട്ടം ഉണ്ടായിരുന്നു. ഇത് തമ്മിലൊരു കമ്പാരിസൺ. വിലാപയാത്രയിൽ എത്രത്തോളം ആളുകൾ തടിച്ചുകൂടി, അതൊരു വലിയ അത് നമുക്കിടയിൽ ഇപ്പോഴാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ അവിടെ മരണം പോലും, ഒരു നേതാവ് മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ നേതാവ് മരണപ്പെട്ടു എന്ന ദുഃഖത്താൽ എത്ര പേർ ആത്മഹത്യ ചെയ്തു എന്നതുപോലും കണക്കായിരുന്നു. വൈകാരികമായി അവരെല്ലാത്തിനും വൈകാരികമായിട്ടാണ് പെരുമാറുന്നത്. ഇപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പുറ്റിങ്ങൽ വെടിക്കെട്ട് ദുരന്തം നമ്മൾ ഇവിടെ നടന്നു. പിന്നീട് ഇന്ന് വരെ മത്സരക്കമ്പം നടത്താൻ ഒരമ്പലത്തിലും ഒരു ക്ഷേത്രത്തിലും അല്ലെങ്കിൽ ഒരു പരിപാടിയിലും സമ്മതിച്ചിട്ടില്ല. ഇതുവരെ ഒരു കളക്ടർമാരും അത് കൊടുക്കാനുള്ള കൊടുക്കാൻ ഒരു കളക്ടർമാരും ധൈര്യം കാണിച്ചിട്ടില്ല. പക്ഷേ അവിടെ പറ്റുമോ? നടക്കില്ല. അവരുടെ ജല്ലിക്കെട്ടിലൊന്ന് ഇടപെട്ട് നോക്ക്. അവിടെ എന്തുമാത്രം ഈ കാളക്കൂറ്റന്മാർ വന്നു കയറി എത്രമാത്രം മരണങ്ങൾ സംഭവിച്ചിരിക്കുന്നു. അതിൽ മരിക്കുന്നത് വീരന്മാർക്ക് എന്നൊക്കെയാണ് അവരുടെ വിശ്വാസം. അപ്പോൾ അത്തരത്തിലുള്ള രീതിയാണ് അവർ പിന്തുടരുന്നത്. അവരിതൊന്നും ഓർത്തു വെക്കില്ല. അവർക്ക് രാഷ്ട്രീയം, അവരുടെ സിനിമ, ഇങ്ങനെ കുറേ വൈകാരികമായിട്ടുള്ള ജാതി, ഇതൊക്കെയാണ് അവർക്ക്. അങ്ങനെയുള്ള ഒരു ജനതയ്ക്കിടയിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ റഷ്യയിലെ ഒക്ടോബർ വിപ്ലവം, അതിന് സമാനമായിട്ടുള്ള ഒരു വിപ്ലവം 1972 സംഭവിച്ചു തമിഴ്നാട്ടിൽ. 1972 ഒക്ടോബർ 18 തമിഴ്നാട്ടിൽ AIDMK മക്കൾ തിലകം MGR രൂപീകരിക്കുന്നത്. അത് വലിയൊരു വിപ്ലവമായിരുന്നു. അതുവരെ വലിയ നേതാക്കന്മാരെ തകർത്തെറിഞ്ഞുകൊണ്ട്, അതികായകന്മാരെ എല്ലാം തകർത്തെറിഞ്ഞ് വന്ന കലൈഞ്ചർ കരുണാനിധിയെ MGR വെല്ലുവിളിച്ചു നിമിഷ നേരം കൊണ്ട്. അത്തരത്തിലൊരു മാറ്റം ഉണ്ടാകുമോ എന്നൊരു ഭയം സ്റ്റാലിനുണ്ട്. അവരത് പുറത്ത് കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ. അവർ പുറത്ത് കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിലും ഈ കരൂർ ദുരന്തത്തിന് ശേഷം അവരുടെ ഓരോ നേതാക്കളുടെയും പ്രവൃത്തി അത് തെളിയിക്കുന്നുണ്ട്. ഏതോ നാട്ടിൽ കിടന്ന ഉദയനിധിയെ അവർ പിടിച്ചുകൊണ്ട് വന്ന് കരൂരെത്തിച്ചു. അവരുടെ നേതാക്കന്മാർ അവിടെ ക്യാമ്പ് ചെയ്തു. DMKയുടെ നേതാക്കന്മാർ മൊത്തം പറഞ്ഞെത്തി. വിജയ്ക്കെതിരെ കേസെടുക്കാൻ അവർ തയ്യാറാവുന്നില്ല. FIRൽ വിജയ് നിയമലംഘനം നടത്തിയെന്ന് പറയുന്നുണ്ട്, വ്യക്തമായി പറയുന്നു. ഉച്ചയ്ക്ക് കരൂരിലെത്തേണ്ട വിജയ് എത്തിയത് സന്ധ്യയ്ക്കാണ്. ഇരുട്ടെത്തിയതോടുകൂടിയാണ് വിജയ് എത്തിയത്. വിജയ് എത്തിയപ്പോൾ വലിയൊരു ആൾക്കൂട്ടം അവിടെ രൂപപ്പെട്ടു. അതുവരെ നിന്ന വിജയെ കാത്ത് കാണാനെത്തിയ ആളുകൾ, ആ ആളുകൾ ആരോഗ്യപരമായിട്ട് ക്ഷീണിച്ച് നിൽക്കുന്നതിനിടയിലേക്കാണ് വിജയ് വാഹനം കൊണ്ടുവന്നത്. ആ വാഹന ജാഥ റാലി നടത്താനുള്ള അനുമതി വിജയ്ക്ക് ഇല്ലായിരുന്നു. ഇത്തരത്തിൽ ഒട്ടനവധി കാര്യങ്ങൾ FIRൽ പറയുന്നുണ്ട്. പക്ഷേ വിജയല്ല പ്രതി. ഈ പ്രാദേശിക നേതാക്കളെ പ്രതി ചേർത്തിരിക്കുന്നു. അതെ, TVKയുടെ പ്രാദേശിക നേതാക്കൾ മാത്രമാണ് പ്രതി. സ്റ്റാലിന് ഈ അപകടം നേരത്തെ തന്നെ മണത്തതാണ്. സ്റ്റാലിന് അപകടം വലിയ രീതിയിൽ മണത്തു. കാരണം സ്റ്റാലിന് ശേഷം ഒരു നേതാവ് DMKക്ക് ഇല്ല. ഉണ്ടെങ്കിൽ പോലും ഉദയനിധി അല്ലാതെ മറ്റൊരാളെ സ്റ്റാലിൻ അംഗീകരിക്കില്ല. കരുണാനിധിക്ക് ശേഷം സ്റ്റാലിനായിരുന്നല്ലോ, സ്റ്റാലിന് ശേഷം ഉദയനിധി. പക്ഷേ ഉദയനിധിക്ക് ഈ വിജയുടെ 7 അയലത്ത് വന്ന് നിൽക്കാനുള്ള ഒരു നേതൃഗുണം. ഇപ്പോൾ പലരും ഇത് എന്ത് നേതാവെന്നൊക്കെ വിജയെ പറയുന്നുണ്ട്.
ഇയാൾ എന്ത് നേതാവ്, ഇയാൾ എന്ത് രാഷ്ട്രീയക്കാരൻ, നേതൃഗുണമില്ലാത്ത ആൾ. ഇപ്പോൾ വിജയ് അവിടെ നിന്ന് ഒളിച്ചോടി എന്ന് പറയുന്നുണ്ട്. അദ്ദേഹം അവിടെ നിന്ന് ഒളിച്ചോടിയില്ലെങ്കിൽ അതിനേക്കാൾ വലിയ ദുരന്തം അവിടെ നടക്കും. മാറി നിന്നില്ലെങ്കിൽ വലിയ ആൾക്കൂട്ടം പിന്നെയും ഉണ്ടാകും, വലിയ ആൾക്കൂട്ടം ഉണ്ടാകും. എനിക്ക് തോന്നുന്നു ഇതൊരു വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു സംഭവമാണോ എന്നൊരു സംശയമുണ്ട്. കാര്യം ഒരാൾക്കൂട്ടത്തിൽ നമ്മളൊരു ചെറിയ ഒരു എന്താ പറയുക ഒരു സ്ട്രഗിൾ ഉണ്ടാക്കിയെടുത്താൽ മതി, ആൾക്കൂട്ടം അത് പരിഭ്രാന്തരാകും. നമുക്ക് ഒരു ദൃശ്യം കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഈ ആൾക്കൂട്ടത്തിനിടയിൽ ഒരു ചെരുപ്പേർ വിജയുടെ കഴുത്തിന് പുറകിൽ കൂടി സൈഡിൽ കൂടി അത് പുറത്തേക്ക് പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം വലിയൊരു ആൾക്കൂട്ടം നിൽക്കുന്ന സമയത്ത് ഒരു ഉത്സവ സ്ഥലമാണെന്ന് വെച്ചു, അവിടെ ആനയുണ്ട്, അതെല്ലാവർക്കും അറിയാം. ആന ഇടഞ്ഞേ എന്ന് വിളിച്ചു പറഞ്ഞാൽ മതി, ആരെങ്കിലും ആളുകൾ ഓടും. വലിയ പ്രശ്നങ്ങൾ അവിടെ സംഭവിക്കും. കാര്യം ഒരു മാസ് എന്ന് പറയുന്നത് എന്താ പറയുക, ഒരു ഗ്ലാസ് പോലെയാണ്. ഒന്ന് എറിഞ്ഞു പൊട്ടിച്ചാൽ അതിൻ്റെ ചില്ലുകൾ എങ്ങോട്ട് തെറിക്കുമെന്ന് നമുക്ക് പോലും പറയാൻ പറ്റില്ല. എന്താ എയർ നിറച്ച ഒരു സോഡ കുപ്പി എറിഞ്ഞു പൊട്ടിച്ചു നോക്കും, അതിൻ്റെ ചില്ലുകൾ എവിടെയൊക്കെ പോകുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഒരു കാരണവശാലും പറയാൻ പറ്റില്ല. അതുപോലെയാണ് ഒരു മാസം എന്ന് പറയുന്നത്. ആ മാസിലേക്ക് എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ്. ഇത് എനിക്ക് തോന്നുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, കെ വി ആനന്ദിൻ്റെ 2011 ഖോ എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. തമിഴ് രാഷ്ട്രീയമാണ് ശരിക്കും അത് കാണിക്കുന്നത്. അത്തരം ചിന്തകൾ ധാരാളമുണ്ട്. ഖോ സിനിമയിലെ ഒരു ഫോട്ടോഗ്രാഫർ, ആ ഫോട്ടോഗ്രാഫറിൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള കുറച്ച് യുവതികൾ, ഇവർ അഴിമതിക്കെതിരെ പോരാടാനിറങ്ങുന്ന അവർ തന്നെ ഒരു ബോംബ് സ്ഫോടനം നടത്തുന്നു. അതിലൊരാൾ തന്നെ ബോംബ് സ്ഫോടനം നടത്തി, ആളുകൾ മരിക്കുന്നു, അവർക്കത് അനുകൂലമായി വരുന്നു, അവർ അധികാരത്തിലേക്ക് വരുന്നു. ആ ഒരു ദുഃഖത്തിൻ്റെ എന്താ പറയുക, അങ്ങനെ അതായത് എതിർ രാഷ്ട്രീയക്കാർ ചെയ്ത രീതിയിലാക്കി എടുക്കുന്നു. ഇതിപ്പോൾ അത് പൂർണ്ണമായി ഇതാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അതിനുള്ള സാധ്യതകളുമുണ്ട്. വളർന്നു വരുന്ന ഈ വിജയ് പിടിച്ചാൽ കിട്ടാത്തൊരു കുതിരയായിട്ട് അതെ വിജയ്ക്ക് അനുമതി കൊടുക്കുന്നില്ലായിരുന്നു. വിജയ്ക്ക് സമ്മേളനം പിന്നെ മദ്രാസ് ഹൈക്കോടതിയിൽ വിജയ് ഒരു ഹർജി സമർപ്പിച്ചിരുന്നു, തനിക്ക് സമ്മേളനം നടത്താനുള്ള. മുൻപ് നാഗപട്ടണത്തൊരു വേദിയിൽ ഇദ്ദേഹത്തിൻ്റെ സമ്മേളനം നടക്കുമ്പോൾ വിജയ് തന്നെ പറഞ്ഞിട്ടുണ്ട്, സാർ എന്താണ് നിങ്ങൾ ജനങ്ങൾക്ക് സൗകര്യമുള്ള സ്ഥലങ്ങളിൽ ഞങ്ങളുടെ സമ്മേളനങ്ങൾക്ക് അനുമതി തരാത്തതെന്ന്. അതെ, ഇപ്പം മദ്രാസ് ഹൈക്കോടതിയുടെ വാക്കാലുള്ള ഒരു നിർദ്ദേശം വിജയ്ക്ക് ഉണ്ടായിരുന്നത് അതാണ് ഇവിടെ ഉപയോഗപ്പെടുത്തിയതെന്ന് സംശയമുണ്ട്. കാര്യം മദ്രാസ് ഹൈക്കോടതിയിൽ വിജയുടെ ഒരു ഹർജി എത്തിയായിരുന്നു. അപ്പം വിജയുടെ ഹർജി എത്തിയപ്പോഴത്തേക്ക് ഹർജിയിൽ വിജയ് പറഞ്ഞത്, എനിക്ക് ഈ സമ്മേളനം നൽകാൻ സർക്കാർ അനുമതി നൽകുന്നില്ല, അത് സമ്മേളനം നടത്താനുള്ള അനുമതി വേണമെന്ന് പറഞ്ഞു. ഹൈക്കോടതിയുടെ വാക്കാലുള്ള നിർദ്ദേശം, എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം താങ്കൾക്കായിരിക്കും. സ്ത്രീകൾ, കുട്ടികൾ, അതുപോലെ തന്നെ ഗർഭിണികൾ, വൃദ്ധർ തുടങ്ങിയ ആളുകൾ ഈ സമ്മേളനത്തിൽ, അതായത് സ്ത്രീകളെന്നല്ല, ഗർഭിണികൾ, വൃദ്ധർ, കുട്ടികൾ, ഇത്തരം ആളുകൾ അവിടെ എത്തിയില്ല എന്ന് ഉറപ്പ് വിജയ്ക്ക് നൽകാനാകണം എന്നതായിരുന്നു അതിലെ നിർദ്ദേശം. ആ നിർദ്ദേശത്തിൻ്റെ വയലേഷനായിട്ടാണ് ഇപ്പോൾ DMKയുടെ നേതാക്കൾ ഈ പറയുന്ന മുക്കിനും മൂലയിൽ നിന്നും പ്രസംഗിച്ചുകൊണ്ടേയിരിക്കുന്നത്. ശരിക്കും ഇത് വിജയെ വീഴ്ത്താനായിരുന്നു എന്ന് സംശയമുണ്ട്. കാരണം ഞാനിപ്പം കഴിഞ്ഞ ദിവസം ഒരു ശവശരീരം രാവിലെ കാണുകയുണ്ടായി. അത് പ്രതാപരാമപുരം എന്ന ഗ്രാമത്തിലാണ് ഒരു യുവാവിൻ്റെ 20 വയസ്സുള്ള ഭരത് രാജ് എന്ന് പറയുന്ന ഒരു യുവാവിൻ്റെ മൃതശരീരം കണ്ടെത്തിയത്. വിജയ്ക്കെതിരെ പോസ്റ്റർ ഒട്ടിച്ച DMK പ്രവർത്തനമായിട്ടുള്ള ഭരത് രാജിൻ്റെ മൃതശരീരമാണ് കണ്ടെത്തിയത്. ഒരു ഷെഡിലാണ് ഈ മൃതശരീരം കിടന്നത്. അപ്പോൾ അയാൾക്ക് 20 വയസ്സാണ്. അയാൾ ചെയ്ത പ്രവൃത്തി, അതിൻ്റെ തൊട്ട് രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് ഇയാളുടെ ഒരു ദൃശ്യം പുറത്തു വന്നായിരുന്നു. ഇയാൾ വിജയ്ക്കെതിരെ പോസ്റ്റർ ഒട്ടിക്കുന്നതും അത് കീറിക്കളയണമെന്ന് TVK നേതാക്കൾ ആവശ്യപ്പെടുന്നതുമായിരുന്നു ആ വീഡിയോ. അത് വൈറലായ വീഡിയോയാണ്. അപ്പോൾ ആ വീഡിയോയിൽ TVKയുടെ നേതാക്കൾ ഇയാളെ പിന്തിരിപ്പിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ഇത് ശരിക്കും ആ നേതാക്കൾ തന്നെ എടുത്തിയാണ്. അവരിത് പുറത്തുവിടുകയും ചെയ്തു. ഇവർ ഈ വീഡിയോ എല്ലാം പുറത്തുവിട്ടു. ഈ വീഡിയോ വൈറലായി, ഈ ഭരത് രാജിൻ്റെ വീഡിയോ വൈറലായി. അതിൻ്റെ 2ാമത്തെ ദിവസം രാവിലെയാണ് ഒരു ഷെഡിൽ ഈ ഭരത് രാജ് കൊല്ലപ്പെട്ട് കിടക്കുന്നത്. അതും ഇപ്പോൾ വിജയ്ക്കെതിരെയായി. മനസ്സിലായോ? ഇത് വല്ലാത്ത കളിയാണ്. രാഷ്ട്രീയ എതിരാളി വിജയ് വിജയുടെ പാർട്ടിക്കാർ കൊലപ്പെടുത്തി എന്നുള്ള രീതിയിൽ പൊതുബോധം സൃഷ്ടിക്കപ്പെടുന്നു. അപ്പം തമിഴ്നാട് രാഷ്ട്രീയം ഇങ്ങനെയാണ്. അവർക്ക് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ ഭയങ്കര ഇഷ്ടം. കണ്ണിൽ പൊടിയിടാനും ആളുകളെ എന്താ പറയുക വൈകാരികമായി ഇളക്കിവിടാനും തങ്ങൾക്ക് അനുകൂലമായി ആ രീതിയിൽ ചെയ്യാനുമൊക്കെ തമിഴ്നാട് രാഷ്ട്രീയം ഭയങ്കരമായിട്ട് ആ രീതിയിലുള്ള, അതായത് ഇവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്ക്
എന്താ പറയുക നേട്ടമുണ്ടാക്കി കൊടുക്കുക എന്നുള്ളതല്ല ഇവരുടെ ഉദ്ദേശം. എങ്ങനെയും അധികാരം പിടിക്കുക. ഇപ്പോൾ ജയലളിത ആയിരുന്നപ്പോൾ കരുണാനിധിയെ അറസ്റ്റ് ചെയ്തു, കരുണാനിധി ജയലളിതയെ അറസ്റ്റ് ചെയ്തു. ജയലളിത അമ്മ എന്ന പേരിൽ പിന്നെ ആഹാരം കൊടുക്കുന്ന എന്താ ഭക്ഷണശാലകൾ കൊണ്ടുവന്നു. സ്റ്റാലിൻ അത് പൂട്ടിച്ചു. അങ്ങനെ ഇങ്ങനെ ഇവർ പരസ്പരമുള്ള രാഷ്ട്രീയ വൈരത്തിൽ അതനുഭവിക്കുന്നത് ജനങ്ങളാണ്. പക്ഷെ അവർക്കത് മനസ്സിലാവുന്നില്ല. അവരുടെ ഒരു രീതി, അവർ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയിൽ അവർ എത്ര അഴിമതി അല്ലെങ്കിൽ എത്രയൊക്കെ അഴിമതികൾ നടത്തിയാലും അതിനെ തള്ളിപ്പറയാനോ രാജാവ് നഗ്നനാണ് എന്ന് പറയാൻ ജനതയ്ക്ക് അറിയില്ല. സ്വത്വത്തിലാണ് അവരുടെ താല്പര്യം. അതെ, ദ്രാവിഡ സ്വത്വം. അതിലാണ് പൂർണ്ണമായി അടിയുറച്ച് അവർ വിശ്വസിക്കുന്നത്. ഇപ്പോൾ സ്റ്റാലിൻ വിജയ് അറസ്റ്റ് ചെയ്താൽ ഉണ്ടാവുന്ന ഒരു കാര്യം, വിജയ് BJPയോട് അടുക്കാനുള്ള സാധ്യത ഒരു സിനിമ പോലെയാവും. വിജയുടെ മുൻപത്തെ സിനിമകളിലൊക്കെ ഒരു രക്ഷക പരിവേഷമാണ്. അതെ അതെ, ആ രീതി അറസ്റ്റ് ചെയ്താൽ സ്റ്റാലിൻ തന്റെ രാഷ്ട്രീയ പ്രതിയോഗിയെ ജയിലറയ്ക്കുള്ളിലാക്കി എന്നൊരു. അതെ, ആദ്യഘട്ടത്തിലൊക്കെ പിന്നെ CM സാർ എന്ന് വിളിച്ചിട്ടാണ് ഇതിനുശേഷം വിജയ് സംസാരിച്ചത്. കഴിഞ്ഞ ദിവസം വിജയുടെ ഭാഷ മാറി. വിജയ് പറഞ്ഞു, എൻ്റെ പാർട്ടി പ്രവർത്തകരെ നിങ്ങൾ വെറുതെ വിടൂ, എന്തുണ്ടെങ്കിലും അത് ഞാനാണ്, നിങ്ങൾ എന്നെ കൈകാര്യം ചെയ്യൂ എന്ന രീതിയിലാണ് വിജയ് സംസാരിച്ചത്. അതായത് വിജയ്ക്ക് ഉപദേശം, കൃത്യമായ രാഷ്ട്രീയ ഉപദേശം ഇക്കാര്യത്തിൽ ലഭിച്ചിട്ടുണ്ട്. ഇമേജ് ബിൽഡപ്പിനുള്ള അവസരം കൂടി കിട്ടുന്നുണ്ട്. അതെ, ഇമേജ് ബിൽഡപ്പിനുള്ള അവസരം കൂടി ലഭിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും അവിടെ ഒരു അഴുക്കുചാൽ ഒഴുകുന്നുണ്ട്. അതിൽ ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കന്മാർ അതിലിങ്ങനെ കിടന്ന് ഒരു സിനിമ പോലെയാണ് ഒഴുകുന്നുണ്ട്. സിനിമ ഞാൻ പറയാനുള്ള കാരണം, ഞാൻ അവിടെയാണ് പഠിച്ചിരുന്നത്. അപ്പോൾ എനിക്ക് നന്നായിട്ട് അറിയാം. ഇലക്ഷൻ വരുമ്പോഴത്തേക്ക് അവർക്ക് നമ്മൾ ആരാണെന്ന് പോലും അറിയില്ല, നമുക്കൊക്കെ പൈസ കൊണ്ട് തരും വോട്ട് ചെയ്യാനേ. നമുക്ക് ആരാതെന്ന് അറിയണ്ട. അന്നങ്ങനെയായിരുന്നു. ഇന്നിപ്പോൾ ക്യാമറകളൊക്കെ എന്താ CCTV ക്യാമറകളൊക്കെ ധാരാളമായി വന്നതുകൊണ്ട് ഇന്ന് ആ പരിപാടി ഉണ്ടോ എന്ന് അറിയില്ല. ഒരു കവറുമായിട്ടൊരാൾ വരും, അവർ കുറച്ച് കാശ് തരും, അതാണ് അവരുടെ പരിപാടി. നമ്മൾക്ക് അവരുടെ ചിഹ്നവും തന്നിട്ട് പോകും. ഇതാണ് അത്. പ്രധാനമായിട്ടും അവിടുത്തെ എന്താ പറയുക തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ ആ സമയത്താണ് ഈ പൈസ ബൾക്കായിട്ട് കൊണ്ടുവന്ന് നമുക്ക് തന്നിട്ട് പോകുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പൊന്നും ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ അതൊക്കെ ആ സമയത്തും ഇത് തന്നെ ആയിരിക്കും, ക്യാഷ് കൊടുത്തുള്ള പരിപാടി. അവിടെ പണം ആണുങ്ങൾക്ക്, അല്ലെങ്കിൽ ബോട്ടിൽ ആണുങ്ങൾക്ക്, സ്ത്രീകൾക്ക് സാരി. ഇതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു രീതി. അതുകൊണ്ട് ആരും നല്ലവരെന്ന് അവിടെ നമുക്ക് എന്താ പറയുക, എല്ലാവരും ഒരു മനുഷ്യനെയും പൂർണ്ണമായും അടച്ചാക്ഷേപിച്ചുകൊണ്ട് പറയുകയല്ല. അവിടുത്തെ ഒരു അഴുക്കുചാലായി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ അധികാരം പിടിക്കാൻ കുറേ പേര് ശ്രമിക്കുന്നു. അതിൽ ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നവരെ കവർന്നുകൊണ്ട് കയറിപ്പോകാൻ മറ്റുള്ളവർ ഓരോരുത്തരും ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ADMK സംബന്ധിച്ചിടത്തോളം അവരവിടെ ഏകദേശമൊക്കെ തീർന്നു. അവരുടെ ഏർപ്പാട് ഏകദേശമൊക്കെ തീർന്നു. സഖ്യം. അതെ, നമ്മളിപ്പം നമ്മുടെ ഏത് അതിർത്തി കടന്ന് തമിഴ്നാട് പോയി നോക്ക്. മുൻപായിരുന്നെങ്കിൽ എവിടെ ചെന്നാലും ജയലളിതയുടെ ഒരു ഫ്ലക്സോ അല്ലെങ്കിൽ ADMKയുടെ കൊടിയോ ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എത്ര ഇടത്തുണ്ട് എന്ന് നമ്മൾ നോക്കിയാൽ മതി. ഇപ്പം ആഭ്യന്തര കോൺഫ്ലിക്റ്റുകളാണ്. അതെ, അവർ തമ്മിലടിച്ചു. അവർക്ക് തമ്മിലടിക്കാൻ തന്നെ സമയമില്ല. അതിനിടയ്ക്ക് അവർക്ക് DMKയോട് ഏറ്റുമുട്ടാനും അവർക്കത് സമയം കിട്ടുന്നില്ല. ഇപ്പോൾ നമ്മൾ കുമളി വഴി അങ്ങോട്ട് ഇറങ്ങിപ്പോയി കഴിഞ്ഞാലും, അരിങ്ക വഴി ഇറങ്ങിപ്പോയാലും, മറ്റേത് അതിർത്തി വഴി ഇറങ്ങിപ്പോയാലും ഒരു 100 കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ എത്ര ഇടത്ത് ഈ ADMK എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഉണ്ട് എന്നുള്ള ഒരു കൊടിയെങ്കിലും വേണ്ട ഒരു രാഷ്ട്രീയ പാർട്ടിക്ക്. ഇവിടെ ചെറിയ പാർട്ടികൾക്ക് വരെ കൊടി കാണാം. ADMKയുടെ സ്പോട്ടിലേക്കാണ് TVK കയറി വരുന്നത്. ആ ഒരു ഏരിയ വിജയ് പിടിച്ചെടുത്തു. അത് സംശയമില്ലാത്ത കാര്യമാണ്. അവർ ഇനിയിപ്പം എത്ര ആളുകൾ അത് ഇല്ല എന്ന് പറഞ്ഞാലും, ഇത് ശരിക്കും MGR കൊണ്ടുവന്നൊരു വിപ്ലവം ഈ വിജയ് ആവർത്തിക്കും എന്നുള്ള ഒരു പേടി സ്റ്റാലിനുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ എല്ലാവരും തന്നെ പറഞ്ഞു വിജയ് അറസ്റ്റ് ചെയ്യണമെന്ന്. പക്ഷേ സ്റ്റാലിന് ചരിത്രം നന്നായി അറിയാം. സ്റ്റാലിൻ്റെ പക്വത ഉദയനിധിക്ക് ഇല്ല എന്ന് സ്റ്റാലിന് തന്നെ അറിയാം. സ്റ്റാലിൻ്റെ മിടുക്ക്, രാഷ്ട്രീയ മിടുക്കുണ്ടല്ലോ, രാഷ്ട്രീയത്തിൽ പരിചയമാണ്. അതൊരു പിടിച്ചു നിൽക്കുക തന്ത്രമാണ്, എക്സ്പീരിയൻസ് അല്ല, ബുദ്ധി, പൊളിറ്റിക്കൽ ബ്രില്യൻസ്. ആ സാധനം ഉണ്ടായിരിക്കണം. ആ സാധനം ഉദയനിധിക്കില്ല, അദ്ദേഹത്തിന് സിനിമയിലും ഇല്ല. താരതമ്യേന പുതുമുഖമാണ്. രാഷ്ട്രീയത്തിൽ പുതുമുഖമാണ്. അത് മാത്രമല്ല, സിനിമയിൽ വിജയിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് അദ്ദേഹത്തെ സിനിമയിൽ കൊണ്ട് ആക്കിയത്. മിഷ്കിൻ്റെ കിട്ടിയിട്ട് പോലും രക്ഷപ്പെട്ടില്ല. അഭിനയിക്കാൻ അദ്ദേഹത്തിന് അറിയില്ല, സിനിമയിൽ അഭിനയിക്കാൻ അറിയില്ല. പിന്നെ രാഷ്ട്രീയത്തിൽ അഭിനയിക്കാൻ വേണ്ടി അദ്ദേഹം മാക്സിമം ശ്രമിക്കുന്നുണ്ട്, അതും പരാജയമാണ്.
ഏതായാലും ഈ ഒരു എന്താ പറയുക, ഇപ്പോൾ ഒരു തടയണയാണ് ഇവർ കെട്ടിവെച്ചിരിക്കുന്നത് DMK വിജയുടെ മുന്നിൽ. ഒരു തടയണ താൽക്കാലികമായിട്ടുള്ളത്. ആ തടയണയിൽ വിജയ് നിൽക്കില്ല, അയാളത് പൊളിച്ചുകൊണ്ട് പോകും. അത്രയ്ക്ക് ശേഷിയുണ്ട് തമിഴ്നാട്ടിൽ വിജയ്ക്ക്. മറ്റേത് നടൻ ഇറങ്ങി നിന്നാലും ഉണ്ടാകാത്ത തരത്തിലുള്ള വലിയ ആൾക്കൂട്ടത്തെ സൃഷ്ടിക്കാൻ നിമിഷ നേരം കൊണ്ട്, അഭിഷേക് നേരത്തെ പറഞ്ഞ പോലെ 2024 മാത്രം ഒരു വയസ്സ് പോലും ആയുസ് തികച്ച്, ഒരു വയസ്സ് പ്രായം മാത്രമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി സംസ്ഥാന ഭരണത്തെ ഇരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയേക്കാൾ 10 മടങ്ങ് ആൾക്കൂട്ടത്തെ സൃഷ്ടിച്ചു. വലിയ വെല്ലുവിളി ഉയർത്തി. ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകളൊക്കെ വരുമ്പോഴും നിയമസഭാ തെരഞ്ഞെടുപ്പുകളൊക്കെ വരുമ്പോഴും അതിൻ്റെ ചലനം വലുതായിരിക്കും എന്നവർ മനസ്സിലാക്കിയിരിക്കുന്നു. ഇത് കൃത്യമായ ആസൂത്രണത്തോടു കൂടി ആരോ കാട്ടിക്കൂട്ടിയ ഒരു പ്രവൃത്തി. അതുകൊണ്ടാണ് അവർക്ക് അത്രയും കൺജസ്റ്റഡ് ആയിട്ടുള്ള സ്ഥലം സമ്മേളനത്തിനായി അനുവദിച്ചു കൊടുത്തത്. അതാണ് അവർ ചെയ്തു വച്ചിരിക്കുന്ന പ്രവൃത്തി. ശരി.